وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏറെ ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അവരുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൽക്കർമ്മങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങൾ, അതുപോലെ തന്നെ അതിന് വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ദിവസങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യതയുള്ള ദിവസങ്ങൾ, അതാണ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. ആ ദിവസങ്ങളിലെ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിന് 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിന് വളരെ വലിയ ശ്രേഷ്ഠതകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ദുൽഹിജ്ജ മാസം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ അൽ അശ്ഹുറുൽ ഹുറൂമിൽപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജ് കർമ്മം അത് ചെയ്യുവാൻ, അത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ്. മുസ്ലിമീങ്ങൾ 2 ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഈദുൽ അദ്ഹ അത് ആഘോഷിക്കപ്പെടുന്നത് ഈ മാസത്തിലാണ്. മാത്രമല്ല മറ്റ് മാസങ്ങളിൽ സംഭവിക്കാത്ത ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ അത് ഒത്തുചേരുന്ന മാസമാണ്. ഹജ്ജ് കർമ്മം മറ്റു മാസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഉദ്ഹിയ്യത്ത് മറ്റു മാസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ധാരാളം തക്ബീറുകൾ അത് മറ്റു മാസങ്ങളിൽ കാണുവാൻ സാധിക്കുകയില്ല. അപ്പൊ മറ്റു മാസങ്ങളിൽ സംഗമിക്കാത്ത പല ഇബാദത്തുകളും സംഗമിക്കുന്ന മാസമാണിത്. മാത്രമല്ല ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് ദുനിയാവിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് എന്നാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളാണ് എന്നാണ്. അതിൽ തന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള യൗമുൻ നഹ്ർ എന്ന് പറയുന്ന ഹാജിമാർ അവരുടെ ഹദിയകളും അതല്ലാത്ത ആളുകൾ ഉളുഹിയ്യത്ത് അറുക്കുന്ന അറവിന്റെ ദിവസമായ യൗമുൻ നഹർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ദമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ.
അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നാൽ അത് യൗമുൻ നഹറാണ്, അഥവാ ദുൽഹിജ്ജ 10ാമത്തെ ദിവസമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏത് ഇബാദത്തായിക്കോട്ടെ, ഏത് സൽക്കർമ്മമാകട്ടെ, അതെല്ലാം പരമാവധി താല്പര്യത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയമുള്ള സൽക്കർമ്മങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ العمل الصالح فيهن أحب إلى الله من هذه الأيام العشر. ഈ ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയമുള്ളതുപോലെ മറ്റൊരു ദിവസത്തെയും സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് പ്രിയമില്ല എന്നുള്ളത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് എന്നാണ്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദും അതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയമില്ലേ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും നഷ്ടപ്പെടുത്തി ഒരുവൻ ഷഹീദായി മരണപ്പെട്ടാൽ അതൊഴികെ, അത് മാറ്റി നിർത്തിയാൽ ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ ഇബാദത്തുകളും അത്രമേൽ പ്രിയമുള്ളതാണ് എന്നാണ്. ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ്. കൂടുതൽ പരിശുദ്ധിയുള്ള സൽക്കർമ്മങ്ങളാണ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ദമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്രിൽ അദ്ഹ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ പ്രവർത്തിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പരിശുദ്ധിയുള്ള, അതിനേക്കാൾ മഹത്തരമായ പ്രതിഫലമുള്ള മറ്റൊരു ദിവസങ്ങളുമില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളുടെ മഹത്വം കാരണം വിശുദ്ധ ഖുർആനിൽ ഈ ദിവസങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഇമാമുൽ മുഫസ്സിരീൻ ജരീർ ഇബ്നു അബ്ദില്ലാഹ് അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അജ്മഅൽ ഉലമാഉ അലാ അന്ന അൽ മുറാദ അശ്റു ദിൽ ഹിജ്ജ. 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് എല്ലാ മുഫസ്സിറുകളും ഏകോപിച്ച അഭിപ്രായമാണ് എന്ന്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, യസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ചില അറിയപ്പെട്ട എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിന് വേണ്ടി. ഇവിടെ എണ്ണപ്പെട്ട അറിയപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, ഇന്നഹാ അശ്റു ദിൽ ഹിജ്ജ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ കാരണമാകുന്ന യൗമ അറഫ, അതിലെ നോമ്പ് ഈ ദിവസങ്ങളിലാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിയാമു യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് എന്നാൽ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കും, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന അറഫ ദിവസത്തിലെ നോമ്പ് അത് ഈ ദിവസങ്ങളിലാണുള്ളത്. ആ അറഫ ദിവസത്തിന് മറ്റു പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബീദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന്.
ആ യൗമു അറഫയിലെ ദുആഇന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറു ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായ ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്നാൽ അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്നാൽ. സഹോദരങ്ങളെ, ഒരു വേള റമളാനിന്റെ ദിനരാത്രങ്ങളെക്കാൾ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും ഭൂരിപക്ഷം ആളുകളും റമളാനിന്റെ അവസാനത്തെ പത്തിലും റമളാനിന്റെ ദിനരാത്രങ്ങളിലും പല ഇബാദത്തുകളിലും മുഴുകിക്കൊണ്ട് ആ ദിവസങ്ങൾ നമ്മൾ ധന്യമാക്കിയിട്ടുണ്ട്. നിസ്കരിച്ചുകൊണ്ട്, രാത്രി നിസ്കരിച്ചുകൊണ്ട്, സ്വതഖകൾ നൽകിക്കൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടെല്ലാം റമളാൻ മാസത്തെ ധന്യമാക്കിയ ആളുകൾ ഈ പറയപ്പെട്ട ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധയിലായിരിക്കുകയാണ്. റമളാനിൽ പരിശ്രമിച്ചവൻ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത മറക്കുകയാണ്. അതിൽ അലസതയും മടിയും കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്തത് കൊണ്ടും അത് ബോധ്യപ്പെടാത്തത് കൊണ്ടുമാണത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് റമളാനിന്റെ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ നമ്മൾ ഏത് രൂപത്തിൽ പരിശ്രമിച്ചോ, ഏതെല്ലാം ഇബാദത്തുകൾ കൊണ്ട് റമളാനെ നമ്മൾ ധന്യമാക്കിയോ, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ, സലഫുസ് സാലിഹീങ്ങൾ, അവർ ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും അങ്ങേയറ്റം ആ ദിവസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തവരായിരുന്നു. മഹാനായ താബിഈ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്, കാന ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ കാദ യുഖ്ദറു അലൈഹി, അദ്ദേഹത്തിന് കഴിയാതെ വരുന്നിടത്തോളം അദ്ദേഹം പരിശ്രമിക്കാറുണ്ടായിരുന്നു. ഇബാദത്തുകളുടെ കാര്യത്തിൽ, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം പരിശ്രമം ചെയ്ത് അദ്ദേഹത്തിന് സാധിക്കുമാർ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. സൽക്കർമ്മങ്ങൾ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസങ്ങളാണ്. പല പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് മുതലെടുക്കുക, പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഈ ദുൽഹിജ്ജ ദിവസങ്ങളിൽ അതിന്റെ 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കൽ അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. കാരണം ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ ഏറെ ഇഷ്ടപ്പെടും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, അവർ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അൽ ഹിജ്ജ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുൽഹിജ്ജയുടെ 9 ദിവസം വരെ അവിടുന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്.
നോമ്പ് എന്ന് മാത്രമല്ല, ഏതൊരു ഇബാദത്താകട്ടെ, ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു ഇബാദത്താകട്ടെ, സുന്നത്താകട്ടെ, ഫർദാകട്ടെ, ഏതു ഇബാദത്തും നമുക്ക് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കാം. രാത്രി നിസ്കാരം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, സദഖകൾ കൊടുക്കൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കൽ, ഇങ്ങനെ ഏത് ഇബാദത്തുകളും ഈ ദിവസത്തിൽ നമുക്ക് നിർവഹിക്കാം. അതെല്ലാം മറ്റു മാസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും കൂടുതൽ ശ്രേഷ്ഠതയും ഈ ദിവസങ്ങളിൽ നിർവഹിക്കുന്നതിനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം നമ്മൾ ഓരോരുത്തരും പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് തക്ബീറുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളുടെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഫഅക്തിറൂ ഫീഹിന്ന മിന തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കുക. വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ കൽപ്പിക്കുകയും അവിടുന്ന് ഏറെ ശ്രദ്ധിക്കുകയും ചെയ്ത ദിക്റുകളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്നീ ദിക്റുകൾ. തക്ബീറുകൾ ചൊല്ലാൻ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വഹാബിമാരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ച് പറഞ്ഞതായി കാണാം, കാന യഖ്റുജാനി ഇല സൂഖി ഫയുകബ്ബിറാൻ. ഈ രണ്ട് സ്വഹാബികളും അങ്ങാടിയിലേക്ക് എന്തെങ്കിലും വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അല്ല, മറിച്ച് അങ്ങാടിയിലേക്ക് തക്ബീർ മുഴക്കിക്കൊണ്ട് പോകുമെന്നാണ്. ഈ രണ്ട് സ്വഹാബികളെ തക്ബീറുകൾ കേട്ട് ജനങ്ങളും തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന്. ജനങ്ങളെ തക്ബീറുകൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തക്ബീറുകൾ ഉറക്കമുഴക്കിക്കൊണ്ട് ഈ രണ്ട് സ്വഹാബികളും അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന്. മഹാനായ താബിഈ മൈമൂൻ ഇബ്നു മഹ്റാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബികളെ പറ്റി പറയുകയാണ്, അദ്റക്തു الناس في العشر حتى أشبه بالأمواج من كثرتها. ഞാൻ സ്വഹാബികളെ കണ്ടുമുട്ടി, അവർ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ ധാരാളമായി തക്ബീറുകൾ മുഴക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ തക്ബീറുകൾ, ആ തക്ബീർ ധ്വനികളുടെ ആധിക്യം കാരണം ആ തക്ബീർ ധ്വനികളെ തിരമാലകളോടാണ് ഞാൻ ഉപമിച്ചിരുന്നത് എന്ന്. തിരമാലകൾക്ക് സമാനമായി സ്വഹാബികൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ മുഴക്കുമായിരുന്നു എന്ന്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലേക്ക് നോക്കുക, ഇത് ഒരു മരിച്ചുപോയ അവഗണിക്കപ്പെട്ട ഒരു സുന്നത്തായി മാറിയിരിക്കുകയാണ്. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ വന്നാൽ ആരാണ് തക്ബീറുകൾ മുഴക്കുന്നത്? ആരാണ് തക്ബീറുകൾ ചൊല്ലിയിരുന്നത്? സ്വഹാബികൾ. അവരുടെ തക്ബീർ ധ്വനികൾ അത് ആവർത്തിക്കപ്പെടുന്ന തക്ബീർ ധ്വനികളായിരുന്നു. അവിടുന്ന് സ്വഹാബികൾ ഉറക്കെ ആവർത്തിച്ചുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ദുൽഹിജ്ജയുടെ ആദ്യ ദിവസങ്ങളിൽ സ്വഹാബികൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, സുന്നത്താണ്, സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഈ മരിച്ചുപോയ സുന്നത്തിനെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. ആ മരിച്ചുപോയ സുന്നത്തിനെ, അവഗണിക്കപ്പെടുന്ന സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അതിനെ ജീവിപ്പിക്കേണ്ടതുണ്ട്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു മടിയും കാണിക്കേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അറബികൾ ഉച്ചരിച്ച വാക്കുകളിൽ ബഹുമാനത്തിന്റെയും
അതുപോലെ തന്നെ മഹത്വപ്പെടുത്തലിന്റെയും ഏറെ ഉത്കൃഷ്ടമായ അല്ലാഹു അക്ബർ എന്ന വാക്ക് പോലെ മറ്റൊരു വാക്കുമില്ല എന്ന്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ ഇജ്ലാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിലും അവന്റെ കഴിവിലും അതുപോലെ തന്നെ അവന്റെ നാമഗുണവിശേഷണങ്ങളിലും അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. അവനെ പുകഴ്ത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ വാക്കുകൾ മതിയാവുകയില്ല എന്ന് അല്ലാഹു അക്ബർ എന്ന തക്ബീർ അത് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തക്ബീറുകൾ വിളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ കൽപ്പിച്ച കാര്യമാണ്. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വകബ്ബിർഹു തക്ബീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവണ്ണം ശരിയാവണ്ണം മഹത്വപ്പെടുത്തുക, തക്ബീറുകൾ ചൊല്ലുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, തക്ബീറുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക. അങ്ങാടികളൊന്നില്ലാതെ, വീടുകളൊന്നില്ലാതെ, മസ്ജിദുകളൊന്നില്ലാതെ, രാവോ പകലോ എന്നില്ലാതെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. മഹത്വമുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാസങ്ങളിൽ ഉള്ളത് എന്നുള്ളത് പോലെ തന്നെ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യപ്പെടുന്ന തിന്മകൾക്ക് കൂടുതൽ ഗൗരവമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അല്ലാഹു പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസം പോലെയുള്ള മാസങ്ങളിൽ നിങ്ങൾ ദുൽമ ചെയ്യരുത്, സ്വന്തത്തോട് അക്രമങ്ങൾ ചെയ്യരുത്, തിന്മകൾ ഹറാമുകൾ ചെയ്യരുത്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ബമു ഖതീഅത്തിൻ വവിസ്റൻ മിന ദുൽമി ഫീമാ സിവാഹ. മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരവും ഗൗരവവും ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനുണ്ട് എന്നുള്ളതാണ്. എല്ലാ മാസവും തിന്മകൾ തന്നെയാണ്. എല്ലാ മാസവും ഹറാമുകൾ തന്നെയാണ്. എല്ലാ മാസവും ഹറാമുകൾക്ക് അതിൻ്റെതായ ഗൗരവവും ഗുരുതരാവസ്ഥയുമുണ്ട്. എന്നാൽ അള്ളാഹു പവിത്രമാക്കിയ ഇത്തരത്തിലുള്ള മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിന് കൂടുതൽ ഗൗരവമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നന്മകളിൽ മുന്നേറുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ട പ്രവിശാലമായ ആകാശഭൂമിയോളം വിസ്തീർണമുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിനും വേണ്ടി നമ്മൾ മത്സരിക്കുക, മുന്നോട്ട് വരിക. കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സീസണുകൾ, അതിന് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച അവസരങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. അല്ലാഹുവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും മറ്റ് അമലു സാലിഹാത്തുകളും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.